ഇനി സതീശൻ്റെ സമയമാണ്. സതീശൻ്റെ സമയമാണെന്ന് പറയുമ്പോൾ ജനങ്ങൾ അസാധാരണമായി ഇടപെട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണിത്. ജയിപ്പിക്കുക മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ആരാകണമെന്നും ജനം തീരുമാനിച്ചു. അത്രയും പ്രതീക്ഷ സതീശനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ പോലീസിനെ നന്നാക്കുന്നത് മുതൽ ഭരണകൂടത്തിനകത്തുള്ള സകലമായ പുഴുക്കുത്തുകളെയും എടുത്ത് പുറത്തിടുന്നതടക്കം, പൂഴ്ത്തിവെക്കപ്പെട്ട അഴിമതി കേസുകളും മരമുറി കേസുകളും അടക്കം എടുത്ത് പരിശോധിക്കുന്നതടക്കം വലിയ ഉത്തരവാദിത്വം ആർക്കുണ്ട്? സതീശനുണ്ട്. അതിൽ പോലീസ് കൊളോണിയൽ സംവിധാനത്തിന്റെ ഭാഗമല്ലേ? അത് നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ പറ്റും? ഭരണകൂടം വേറെ, സർക്കാർ വേറെ എന്ന മറ്റുള്ള താത്വിക മറുപടികൾക്ക് ഇനി ഒരു പ്രസക്തിയുമില്ല. ജനം അസാധാരണമായി ഇടപെട്ട് കഴിഞ്ഞു നിങ്ങളെ ഭരണാധികാരത്തിലേറ്റാൻ. നിങ്ങളും അസാധാരണമായ ഇടപെടൽ കൊണ്ട് ജനത്തിന് മറുപടി കൊടുക്കുക, ജനങ്ങളുടെ ആശയാഭിലാഷങ്ങളെ നിറവേറ്റുക. അല്ലാതെ ഇത് നിയന്ത്രിക്കുന്നതിന് പരിമിതിയുണ്ട്, ഇതൊരു കൂട്ടുകക്ഷി സർക്കാരാണ്, പോലീസ് കൊളോണിയലാണ്, അഴിമതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സങ്കീർണമാണ് എന്നുള്ള മറുപടികൾ ആവശ്യമില്ല. നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഫ്രീബീസ് വാഗ്ദത്തങ്ങളിലേക്കല്ല ഞാൻ പോകുന്നു. ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഫ്രീബീസ് വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നതല്ല എൻ്റെ പോയിന്റ്. അതല്ല, അത് നിറവേറ്റാൻ കുറച്ച് വൈകിപ്പോയാലും വേണ്ടില്ല. KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമെന്ന് പറഞ്ഞു. അതിന് 2 ആഴ്ച വൈകിയോ ഇനിയിപ്പോൾ 2 വർഷം വൈകിയാലോ അല്ല. നമ്മളിപ്പോൾ നേരിടുന്ന പ്രശ്നം കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായിട്ടുള്ള സാമൂഹിക കാലുഷ്യമാണ്. അതിൻ്റെ വേരറക്കാൻ ഇറങ്ങി എന്ന് പുറപ്പെടുന്നു. അതിൽ മാത്രമാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതിന് ജനങ്ങളുടെ വലിയ പിന്തുണ ഈ ഘട്ടത്തിലുണ്ട്. അത് ചെയ്യാനാണ് ജനം ഈ 102 സീറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ചെയ്യണം, നിങ്ങൾക്കേ അത് പറ്റൂ, നിങ്ങളുടെ വളരെ അഡമന്റ് പൊസിഷൻ കൊണ്ടേ അതിന് പറ്റൂ എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് സതീശനെ മാത്രമേ പറ്റൂ ജനം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സ്പഷ്ടമായിട്ടുള്ള, വളരെ കാർക്കശ്യം നിറഞ്ഞ നടപടികളിലൂടെ അതിന് പ്രത്യുപകാരം ചെയ്യാൻ ഈ ജനങ്ങൾ ഇറങ്ങി വന്നിട്ടാണ് സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. അല്ലെങ്കിൽ കോൺഗ്രസിലെ ബലാബലത്തിൽ സതീശനെ പുറകെ പോയനെ. കാരണം MLA-മാരുടെ ഭൂരിപക്ഷവും കേന്ദ്രാധികാരത്തിന്റെ പവറും കൊണ്ട് KC മുഖ്യമന്ത്രിയായനെ. നിങ്ങളാകണമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ പുറത്തു പറയുന്ന നിലപാടുകൾ കേട്ടിട്ടാണ്. ആ നിലപാടുകളുടെ പ്രയോഗവൽക്കരണം ജനം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നടപ്പിലാക്കലായിരിക്കും ഇന്നത്തെ ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ സതീശന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും വെല്ലുവിളിയും. അദ്ദേഹം നിറവേറ്റുന്നുണ്ടോ എന്ന് നാം എല്ലാവരും ജാഗ്രതയോടെ ഈ നിമിഷം മുതൽ ഉറ്റുനോക്കുക.